നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കാം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. പോസിറ്റീവ് ആണ് ട്രെൻഡ്. സ്ട്രോങ് സപ്പോർട്ടായിട്ട് വരുന്നത് 200 വരുന്നത്. 24,200 സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നിടത്തോളം നിഫ്റ്റി ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഡിപ്പിൽ വന്ന ബൈക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്താണ്. ഈ ഒരു സപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഇന്നത്തെ നിഫ്റ്റിയിൽ ഒരു ബൗൺസ് ചെയ്തായാലും നിഫ്റ്റി എക്സാക്ട് ബൗൺസ് ചെയ്തായാലും 24,200 സപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ് 24,450. ഈ റെസിസ്റ്റൻസിൽ നിന്നാണ് നിഫ്റ്റി റിവേഴ്സ് ആയിരുന്നത്. അപ്പൊ നിഫ്റ്റി എക്സാക്ട് ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലായിരുന്നു. നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ന്യൂസിനെ നോക്കിയിട്ടോ മാർക്കറ്റിലെ പാനിക് സിറ്റുവേഷനോ നോക്കിയിട്ട് കാര്യമില്ല. മാർക്കറ്റ് റൈറ്റ് സപ്പോർട്ടിൽ വന്ന ബൗൺസ് ചെയ്യും. അവിടെ വാറ് വരുന്നുണ്ട്, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും മാർക്കറ്റിനെ ബാധിക്കില്ല. എക്സാക്ട് സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ബൈലാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ബൗൺസ് മാർക്കറ്റ് ഉണ്ടാവും. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നമുക്ക് എക്സാക്ട് ആയിട്ട് മാർക്കറ്റിലുള്ള ബയ്യേഴ്സ്, മാർക്കറ്റിലുള്ള സെല്ലേഴ്സ് അവരുടെ ഒരു പൊസിഷൻസ് അനുസരിച്ചുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എക്സാക്ട് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് എക്സാക്ട് ആയിട്ട് വർക്ക് ചെയ്യും. മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വീണ്ടും ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകുന്ന ഒരു സമയത്ത് വീണ്ടും വളരെ മൊമെന്റം കുറഞ്ഞ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ആയാലും നമുക്ക് വലിയൊരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യരുത്. വലിയ രീതിയിൽ മുകളിലോട്ടോ വലിയ രീതിയിലോ താഴോട്ടോ ഉള്ള ഒരു മൊമെന്റം മാർക്കറ്റിൽ എക്സ്പയറി കഴിയുന്നവരെ എക്സ്പെക്ട് ചെയ്യരുത്. മാർക്കറ്റിലെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സപ്പോർട്ടായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് കാണുന്നത് 24,360 24,360 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിലെ വീക്ക്നെസ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതിലും ഈ ഒരു റേഞ്ചിലാണെങ്കിൽ 24,360 മുകളിലാണെങ്കിൽ ജസ്റ്റ് 24,400 മുകളിലേക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 24,400 അപ്പൊ അതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതിന് മുകളിലായാലും അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത് 24,455 തന്നെ നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന സെയിം റെസിസ്റ്റൻസ് ആണ്. 455 മുകളിലാണെങ്കിൽ നിഫ്റ്റി റെസിസ്റ്റൻസ് 525, 24,525. കേസ് ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 360 താഴെ നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത് ഇന്ന് നൽകിയിരിക്കുന്ന 240 ആണ്. സ്ട്രോങ് സപ്പോർട്ട് ഇതാണ് 24,200, 240. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലും നമ്മൾ സൂചിപ്പിച്ചാണ് ഇതാണ് ട്രെൻഡ് റിവേഴ്സൽ ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് സഡൻ ആയിട്ടുള്ള ഒരു ബൗൺസ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നിഫ്റ്റിയിൽ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്താണ് സപ്പോർട്ട് എന്നുള്ള മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് എന്നുള്ള ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. നിഫ്റ്റി ഇൻ കേസ് 24,240 താഴെ പോയാലും നിഫ്റ്റി 24,200 ഹോൾഡ് ചെയ്തുകൊണ്ട് 240 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 240 താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നു പറയാൻ പറ്റില്ല. 240 മുകളിലേക്ക് നിലനിർത്തിയാൽ തന്നെ ഷോർട്ട് സെൽ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് ബൈയിലേക്ക് കൺവേർട്ട് ആകണം. അതിന് താഴെ നിഫ്റ്റിയിലെ സപ്പോർട്ട് ഉണ്ട് 24,185 സപ്പോർട്ട് ഉണ്ട്. നിഫ്റ്റിയിലായാലും വലിയൊരു വൈഡ് മൂവ്മെന്റിനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാക്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ടണിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളിലെ വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു.